ഓക്കെ. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അഡ്ജ് എ ബൈ ഡിറ്റർമിൻറ്റ് എ എന്നാണ് എ ഇൻവേഴ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് കാണണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മൈനറും കോഫാക്ടറും കണ്ട് കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിൻ്റ് കണ്ട് അതിനെ ഡിറ്റർമിൻറ്റ് എനോട് ഡിവൈഡ് ഡിറ്റർമിൻറ്റ് എ -1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് A11 1, അതിൻ്റെ മൈനർ M11 2 -3 -2 4. അതിൻ്റെ ആൻസർ 8 - 6 2. A22 അതായത് -1/4 M22 2. ഇനി കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ട് എഴുതാം, നേരിട്ട് എഴുതാം. M11 ആയി. ഇനി M12 ആ റോയും കോളും ഡിലീറ്റ് ചെയ്യാം. 0 -3 3 4. അതിൻ്റെ ഡിറ്റർമിനൻ്റ് 9. അപ്പോൾ A12 എന്ന് പറഞ്ഞാൽ -1, ഇതിൻ്റെ സമ്മ് ഓഡാണ്. അപ്പോൾ ഓഡാണെങ്കിൽ -1 × 9 -9. ഇതിൻ്റെ സമ്മ് ഓഡാകുമ്പോൾ നെഗറ്റീവ്, ഈവൺ ആകുമ്പോൾ പോസിറ്റീവ്. ആലോചിച്ച് വെച്ചു, അത്രേ ഉള്ളൂ. എന്നാൽ അപ്പോൾ വേഗം വേഗം ചെയ്യാം. M13 തറാനും വേണ്ടിയാണ് ഇതുവരെ എങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് വേഗം ചെയ്യാം. M13 ആ റോയും കോളും ഡിലീറ്റ് ചെയ്യാം. 0 to 3 -2 -6. A13 ഈവൺ ആണ്, അപ്പം -6. ഇനി M21 അത് ലൈ ചെയ്യുന്ന 21 ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യാം. -1 2 -2 4 -4 + 4 0. A21 0 തന്നെ ആയിരിക്കും. M22 സെക്കൻഡ് എലമെൻ്റ് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യാം. 1 2 3 4. അതിൻ്റെ ഡിറ്റർമിനൻ്റ് -2 ആയിരിക്കും. 4 - 6 -2. A22 ഈവൺ ആണ്, അപ്പം -2 ആണ്. ഈ M23 അത് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യാം. 1 -1 3 -2 -2 + 3 1. അപ്പോൾ A23 ഓഡാണ്, അപ്പം -1 ഓഡാണെങ്കിൽ -1 മൾട്ടിപ്ലൈ ആണ്, ഈവൺ ആണെങ്കിൽ +1 മൾട്ടിപ്ലൈ ആണ്. ഇനി M31 ആ റോയും കോളും ഡിലീറ്റ് ചെയ്യുക. -1 2 2 -3 3 -4 -1. A31 ഈവൺ ആണ്, അപ്പം -1. M32 ആ റോയും കോളവും ഡിലീറ്റ് ചെയ്യാം. 1 2 0 -3 -3. A32 എന്ന് പറയുമ്പോൾ ഓഡാണ്, അപ്പം മൈനസ് വരും 3. M33 ഇത് ഡിലീറ്റ് ചെയ്യാം. 1 -1 0 2 2.
A33 ഈവൺ ആണ്, അപ്പോൾ 2 തന്നെ. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ്, അപ്പോൾ ഡിറ്റർമിൻ്റെ -1 അത് വേറെ നോട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അഡ്ജോയിൻ്റ് ട്രാൻസ്പോസ് എടുക്കുക, അതാണ് കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, അപ്പോൾ അതാണ് അഡ്ജോയിൻ്റ് എന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. കോഫാക്ടർ മെട്രിക്സ് അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. A11 M11 കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് 2, അപ്പോൾ A11 എന്ന് പറഞ്ഞാൽ ഈവൺ ആണ്, അപ്പോൾ 2 തന്നെയാണ്. ഇനി അഡ്ജ് എ എന്ന് പറയുന്നത് ആദ്യം കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്, കോഫാക്ടർ മെട്രിക്സ് എഴുതണം. 2 A11, ഇത് മാറ്റുണ്ടല്ലോ കുറേ എഴുതിയത്. M11 A22 ആണല്ലോ ഇവിടെ എഴുതിയത്. A12 എഴുതിയിട്ടില്ല. A12 എഴുതിക്കുന്നു. A13 എഴുതിക്കുന്നു. ഓ, ഇവിടെ ഈ A11ൻ്റെത് എഴുതിയത് A22 ആക്കിയിട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് മാറിപ്പോയത്. ഓക്കെ, അത് വായിച്ചാൽ മതി. A11 ഓക്കെ അല്ലേ? ഞാൻ എഴുതിയപ്പോൾ അത് A22 എന്നാണ് എഴുതിയത്. അപ്പോൾ ഇത് ലാസ്റ്റിലേക്ക് എഴുതുമ്പോഴാണ് അത് മനസ്സിലാവുക. ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് എഴുതി അടുത്തതിലേക്ക് വരുമ്പോൾ പിള്ളേർ പറഞ്ഞു തരണ്ടാവും. ഇതിപ്പോൾ അതില്ല. ഇനി നോക്കുക, ഇനി 2, ഈ M12 A12 എന്ന് പറഞ്ഞാൽ -9, A13 എന്ന് പറഞ്ഞാൽ -6, പിന്നെ അടുത്തത് ഏതാ? A21 0, A22 2 -9 -6 0, A22 -2, A23 -1, A31 -1, A32 3, A332. ഇതാണ് ഇതാണ് കോഫാക്ടർ. ഈ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് നിങ്ങൾ കാണണം, അപ്പോഴാണ് അഡ്ജോയിൻ്റ് ആവുള്ളൂ. കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോഴാണ് അഡ്ജോയിൻ്റ് ആവുള്ളൂ. അപ്പോൾ 2 -9 -6, 2 -9 -6, 0 -2 -1, 0 -2 -1. അടുത്തത് -132, -132. ഇതാണ് അഡ്ജോയിൻ്റ്. ഇനി ഡിറ്റർ എ ഇൻവേഴ്സ് കാണണമെങ്കിൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിൻ്റ് എ കാണും. ഡിറ്റർമിൻ്റ് എ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -2 0 1 9 2 -3 6 1 -2. ഇതാണ് എ ഇൻവേഴ്സ് വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. -2 0 1 9 2 -3 6 1 -2. അപ്പോൾ എ ഇൻവേഴ്സ് 4th ക്വസ്റ്റ്യനും തറവാക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങ് തറവാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 1. അടുത്തത് 5th 1 0 0 0 0 cos alpha sin alpha sin alpha minus cos alpha, cos alpha sin alpha sin alpha minus cos alpha. ഇതിനെ ഇൻവേഴ്സ് കാണും. ആദ്യം ഡിറ്റർമിൻ്റ് കാണാം. ഇതിന് എ എന്ന് പേര് കൊടുത്തു.
ഇനി ഡിറ്റർമിനൻ്റ് എ കാണാം. ഫസ്റ്റ് റോ വെച്ച് ചെയ്യാം. ഒരു എലമെൻ്റ് വെച്ച് ചെയ്താൽ മതി. മൈനസ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ. മൈനസ് കോമൺ എടുക്കാം. സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 1 -1. ഇനി അഡ്ജോയിൻ്റ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ബൈ ഡിറ്റർമിൻ്റ് എ ആണ്. അഡ്ജോയിൻ്റ് കാണണം. ഓക്കെ, അഡ്ജ് എ ബൈ ഡിറ്റർമിൻ്റ്. അപ്പോൾ അഡ്ജോയിൻ്റ് ആണ് ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ കാണണം. M11 ഡിറ്റർമിനൻ്റ് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ മൈനസ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ -1. ഈവൺ ആണ്. അപ്പോൾ 1 കൊണ്ട് പിന്നെ പ്ലസ് മൈനർ ആയിരിക്കും. മൈനസ് പ്ലസ് ഇൻറ്റു മൈനർ. ഇത് സമ്മ് ഓടാണെങ്കിൽ മൈനസ് ഇൻറ്റു മൈനർ. അപ്പോൾ A11 കിട്ടി. M12 റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 സൈൻ ആൽഫ. ഇത് 0. അപ്പോൾ A12 എന്ന് പറഞ്ഞാലും 0. M13 അതിലായി ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. 0 കോസ് ആൽഫ 0 സൈൻ ആൽഫ 0. അപ്പോൾ A13 0. M21 ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. 0 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ 0. M22 മൈനസ് കോസ് ആൽഫ. അപ്പോൾ A22 ഈവൺ ആണ്. അപ്പോൾ അതന്നെ. ഇനി M23 സൈൻ ആൽഫ. A23 ഓടാണ്. അപ്പോൾ മൈനസ് സൈൻ ആൽഫ. M31 ആ റോയും കോളും ഡിലീറ്റ് 0 0 കോസ് ആൽഫ സൈൻ ആൽഫ 0 ആയിരിക്കും. A31 0 ആയിരിക്കും. ഇനി M32 1 0 0 സൈൻ ആൽഫ സൈൻ ആൽഫ. അപ്പോൾ A32 ഓടാണ് മൈനസ് സൈൻ ആൽഫ. M33 1 0 0 കോസ് ആൽഫ കോസ് ആൽഫ. A33 ഈവൺ ആണ്. കോസ് ആൽഫ അതന്നെ. ഇനി അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ
കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് A11 മൈനസ് 1 A12 A13 A21 A22 A23 A31 A32 A33 അതിൻ്റെ ട്രാൻസ്പോസ് അതാണ് അടിച്ചത്. -1 0 0 0 മൈനസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ 0 മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇത്രയായി. ഇനി അടിച്ച് എ കിട്ടി, ഡിറ്റർമിൻ്റ് എ -1 കിട്ടി. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അടിച്ച് എ ബൈ ഡിറ്റർമിൻ്റ് എ ആണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അടിച്ച് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. അടിച്ച് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. അടിച്ച് എ നമുക്ക് കിട്ടിയത് -1 0 0 0 മൈനസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ 0 മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ബൈ ഡിറ്റർമിൻ്റ് എ -1. -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 0 0 0 കോസ് ആൽഫ സൈൻ ആൽഫ 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ. റെഡിയായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് എ ഇൻവേഴ്സ് കിട്ടുക. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ഈക്വൽ ടു 3 7 2 5 and B equal to 6 8 7 9. Verify that AB all inverse equal to B inverse into A inverse. ഇത് വെരിഫൈ ചെയ്യണം. എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് എന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, വെരിഫൈ ദാറ്റ് എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ആദ്യം നമ്മൾ എ ബി കാണും, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കാണും. എ ഇൻറ്റു ബി 3 7 2 5 6 8 7 9 multiply 3 into 6 7 into 7 3 into 8 7 into 9 2 into 6 5 into 7 2 into 8 5 into 9 49 59 69 67 63 73 83 87 35 45 47 45 55 61. ഇതാണ് എ ബി വരിക. ഓക്കെ, ഇനി എ ബി ഓൾ ഇൻവേഴ്സ്. അടിച്ച് എ ബി ഡിറ്റർമിനന്റ് എ ബി കാണും.
67 into 61, 47 into 87, 7, 14 by 4, 40, 49, 80, 84 by 8, 40, 49, 59, 69, 38. Determine the AB 38. Add the AB. ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. 61ഉം 67. ഇത് സൈൻ ചേഞ്ച് ചെയ്യുക. -87ഉം -47. ഇൻ്റർചേഞ്ച് ചെയ്തു, സൈൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ എ ബി ഓഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 61 -87 -47 67 ഡിവൈഡഡ് ബൈ അഡ്ജി എ ബി ബൈ ഡിറ്റർമിൻ്റ് എ ബി 38. അവിടെ കിടക്കട്ടെ. ഇനി ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടണം. ബി ഇൻവേഴ്സ് അഡ്ജ് ബി ബൈ ഡിറ്റർമിനൻ്റ് ബി. അഡ്ജ് ബി അത് ഡിറ്റർമിനൻ്റ് ബി. 6 into 9 54 -2. Add GB. -9 6 -8 -7. B inverse. അവിടെ കിടക്കട്ടെ. എ ഇൻവേഴ്സ് ഡിറ്റർമിൻ്റ് എ അഡ്ജ് എ ഫൈവ് 3 ഇൻ്റർചേഞ്ച് ചെയ്തു, സൈൻ ചേഞ്ച് ചെയ്തു. -7 -2. ഓക്കെ, ഇനി എ ഇൻവേഴ്സ് ഇത് ബൈ 1. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടോ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. ഓക്കെ, ഇവിടെ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടെ ഒരു -2 കിട്ടിയത് കൊണ്ട് ഇതെന്തൊരു മാറ്റം ഉണ്ടോ നോക്കട്ടെ. ആ ബാക്കി 4 28 56 28ആണ്. ഓക്കെ, ആ 4 ഉണ്ട്. 28 56 60 84 4 88ആണ് വരിക. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടതിൽ ചെറിയൊരു മാറ്റമുണ്ട് എ ബിൻ്റെ, അത് -2 എന്നാണ് വരിക. അപ്പോൾ എനിക്ക് അവിടെ ആൻസർ കിട്ടിയപ്പോൾ
അതിലേക്ക് എത്തൂല, ഇവിടെ -2 പുറത്തേ ഉള്ളൂ, അതുകൊണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താണ്. അപ്പോൾ -2 ആണ് എ ബിയുടെ ഡിറ്റർമിനൻറ്റ് വരിക, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഇനി മാറ്റി എഴുതണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ പറയാമല്ലോ. -2 ആണ് വരിക. ബി ഇൻവേഴ്സ് ഇത് കിട്ടി, എ ഇൻവേഴ്സ് ഇതും കിട്ടി. ഇനി ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് 9 -8 -7 6. A inverse 5 -7 -2 3. ഓക്കെ, അതാണ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അതെന്താ വരിക നോക്കുക. അപ്പോൾ -1/2 -2 പുറത്തെടുത്തു, 1/-2 പുറത്തെടുത്തു, ബാക്കി രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 5 + 8 × 2. 9 × -7 -8 × 3. 5 × -7 -2 × 6. -7 × -7 + 6 × 3. 1/2. ഇങ്ങനെ അതേപോലെ ആൻസർ കാണാനും വേണ്ടിയിട്ട് ഡിറ്റർമിനൻറ്റ് ബൈ -2. 45 55 61 -63 -24 -67 20 -87 -35 45 -51. Sorry, -35 -45 -47 14 18 15 67. അപ്പോൾ 61 -87 -47 67 ബൈ -2 അത് തന്നെയാണ് എ ബി ഓൾ ഇൻവേഴ്സും. അപ്പോൾ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സും എ ബി ഓൾ ഇൻവേഴ്സും ഇവിടെ ഈക്വൽ ആണ്. ഫ്രം എബോവ് ഇത്രയും ക്ലിയർ ആയി നിങ്ങൾ എഴുതിയാൽ മതി. ഫ്രം എബോവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. തറവായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോകാം. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, പറ്റിയിരുന്നു ഇവിടെ. ഞാനിവിടെ മറ്റേ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 4 എടുക്കാൻ വിട്ടുപോയി. എ ഈക്വൽ ടു 3 1 -1 2. Show that a square minus 5a plus 7i equal to 0. Hence, find A inverse. Okay. A തന്നിട്ടുണ്ട്. 3 1 -1 2 ആണ്. ഇനി a square minus 5a plus 7i equal to 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് എ ഇൻവേഴ്സ് കാണുന്നതാണ്. ഓക്കെ, ആദ്യം എ സ്ക്വയർ കാണാം. എ ഇൻറ്റു എ ആണ്. എ എന്ന് പറയുന്നത് 3 1 -1 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യാം. 9 -1. ഞാൻ ഒറ്റടി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയാസം വരികയാണെങ്കിൽ നമുക്ക് സാധാരണ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാം.
a square. 9 minus 1, 8. 3 plus 2, 5. Minus 3 minus 2, minus 5. Minus 1, 4, 3. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ഇത് ഷോ ചെയ്യാം. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i 0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i. എ സ്ക്വയർ 8, 5 minus 5, 3. Minus 5 into a. 3, 1 minus 1, 2. Plus 7 into I. 1, 0, 0, 1. 8. 5 into 7. 8 minus 15 plus 7. 5 minus 5 plus 0. Minus 5 plus 5 plus 0. 3 minus 10 plus 7. 15 minus 15, 0, 0, 0, 0. Equal to 0. Equal to right hand side. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇത് ഷോ ചെയ്തു. അത് ഷോ ചെയ്തു നമ്മൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് കാണാം. ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കാണാനാണ്. എ ഇൻവേഴ്സ് ഡയറക്റ്റ്ലി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കാണാം. എങ്ങനെയാണ്? ഈ ഇക്വേഷൻ വെച്ച് ഞാൻ പറഞ്ഞു പ്രീ മൾട്ടിപ്പിളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഇൻവേഴ്സ് കാണാം. അപ്പോൾ ഇത് മനസ്സിലായി. ഇത് ഷോ ചെയ്തു. പോസ്റ്റ് മൾട്ടിപ്പിൾ ബൈ എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. ഈക്വേഷനാണ്. ഈക്വേഷന് എ ഇൻവേഴ്സ് കാണും. അപ്പോൾ എ ഇൻവേഴ്സ് കൊണ്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. മുന്നിൽ പിറകിലായിട്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ സ്ക്വയറിന് എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സ് എഴുതാം. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐ ആണ്. ഐ ഇൻറ്റു ഒരു സ്ക്വയർ മെട്രിക്സ് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. 0 ഇൻറ്റു എനിത്തിങ് 0 ആണ്. ഇവിടെ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐ ആണ്. എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. സെവൻ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 5i മൈനസ് എ ആണ്. അപ്പം ഇതിൽ നിന്ന് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ 7. 1/7 5i മൈനസ് എ. ഇനി 5 ഇൻറ്റു ഐ. എ എന്നുള്ള മാട്രിക്സ് ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കട്ടെ. എ എന്നുള്ള മാട്രിക്സ് മായിച്ചു. എ 3 1 -1 2. എ ഇൻവേഴ്സ് 1/7. ഐ എന്ന് പറഞ്ഞാൽ 1001 മൈനസ് എ എന്ന് പറഞ്ഞാൽ 3 1 -1 2. Five 0 0 5. (1/7).
2 മൈനസ് 1 1 3 2 മൈനസ് 1 1 3. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എ ഇൻവേഴ്സ് കിട്ടുക. ഇക്വേഷൻ യൂസ് ചെയ്തുമ്പോൾ ഇൻവേഴ്സ് കാണുമ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.